Hello, welcome to my next video and I am Shrija. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ന്യൂ ഇയർ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇന്ന് January 1st 2026. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാട്ടോ. ഫാമിലി പറഞ്ഞാൽ ഞാനും മോളും അച്ഛനും അമ്മയും മാത്രമാണ് നമ്മൾ പോകുന്നത്. മീൻസ് വീട്ടിലുള്ളത് ഞങ്ങൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാമായിരിക്കും. അപ്പോൾ ഞങ്ങളിത് ഈ കാറൊക്കെ എടുത്ത് വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഓക്കെ. ആൻഡ് പോയി ഒരു 500 രൂപയ്ക്ക് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ റോഡൊക്കെ എന്തായാലും നല്ല തിരക്കൊക്കെ ഉള്ള ടൈമാണ്. കാരണം ഈവനിങ് ആണല്ലോ. ഒരു ഈവനിങ് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പം ചെറുതായിട്ടൊക്കെ വിശക്കാനൊക്കെ തുടങ്ങി മോൾക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു 2 ആപ്പിളും 2 ഓറഞ്ചും മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ കഴിച്ചൊന്നുമില്ല. ഒരു 1 പീസോ 2 പീസോ മറ്റേക്ക് കഴിച്ചുള്ളൂ. ബാക്കി ഞങ്ങളും കൂടെ കഴിച്ചു കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ ആപ്പിളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ഓറഞ്ചൊക്കെ അങ്ങനെ കഴിച്ചൊന്നുമില്ല എന്നുള്ളതാണ് പറയാൻ. ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഓറഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആപ്പിളാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആപ്പിൾ കഴിക്കുന്ന സമയത്ത്. ആൻഡ് അതും മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇതേ യാത്ര തുടർന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എവിടേക്കാണ് പോകുന്നത്. അതെ, ഞാനിപ്പം കാഞ്ഞിരപ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ആൻഡ് പാർക്കിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. കാഞ്ഞിരപ്പുഴ സ്ഥിതി ചെയ്യുന്നത് എന്തായാലും മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ആണ് ഈ ഒരു കാഞ്ഞിരപ്പുഴ ഡാമുള്ളത്. വിത്ത് പാർക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റിന് ഒരാൾക്ക് അഡൽട്ടിന് 30 റുപ്പീസാണ്. സിറ്റിസൺ ടിക്കറ്റ് 15 റുപ്പീസാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. മീൻസ് 4 വയസ്സാണെന്നുണ്ടെങ്കിൽ മാത്രം 15 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്താൽ മതി. 4 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയപ്പം എൻ്റെ മോൾക്ക് 3.5 വയസ്സാണെന്ന് പറഞ്ഞു. 3.5 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹാഫ് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. കാരണം ചെറിയ കുട്ടിയാണേ, ഇതാണ് കുട്ടി. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ കയറി ചെന്നത് നമ്മൾക്ക് അവിടെ ഒരു ആനയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് 60 രൂപേൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ഡാമിലേക്കാണ് കേട്ടോ. ഈ ഡാം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഈ കുത്തനെയുള്ള പടികളായതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് കയറാനായിട്ട് പറ്റില്ല. കാരണം കാൽവേദനയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഈ ഒരു സീന് കാണുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് വിചാരിക്കും. നമ്മളൊരു ഊട്ടി അല്ലെങ്കിൽ ആ ഒരു വയനാട് ഇടുക്കി ആ ഒരു ഭാഗമാണെന്നൊക്കെ വിചാരിക്കില്ലേ. ഒന്നുമല്ല കേട്ടോ, നമ്മളുടെ പാലക്കാടാണ് ഈ ഒരു സ്ഥലം വന്നിട്ട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ, മണ്ണാർക്കാടിലുള്ള കാഞ്ഞിരപ്പുഴയിലാണ് ഈ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓട്ടോവ നല്ല ക്ലൈമറ്റായിരുന്നു. അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡാമിൻ്റെ ആ ഒരു ഫോൾ ഉള്ളവിടേക്ക് പോകാനായിട്ട് അവർ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കൺസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് അതുവരെ പോയി. അവിടെ നിന്ന് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. ആ സ്റ്റെപ്പിലൂടെ ഞങ്ങൾ ഇതേ താഴത്തിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. താഴത്തിറങ്ങി വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? നിങ്ങൾ കണ്ടോളൂ മക്കളെ, പാർക്കിലേക്കാണ്. അപ്പം പാർക്കിലേക്കാണെന്നുണ്ടെങ്കിലും അവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജനുവരി 1 ആയതുകൊണ്ടാവാം ഇത്രയൊക്കെ തിരക്ക്. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് നിറയെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. നിറയെ കളിപ്പാട്ടങ്ങളും നിറയെ പിള്ളേരും നിറയെ ഇതൊക്കെ ഉണ്ടായിരുന്നു. തല്ലുപിടിയായിരുന്നു. എനിക്കത് വേണം ഇത് വേണം എന്നുള്ള. നമ്മുടെ കൊച്ചാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കൊച്ചാണെന്നുണ്ടെങ്കിലും നല്ല തല്ലുപിടിയും കാര്യങ്ങളായിരുന്നു. ഈ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പൂക്കളും ഒക്കെ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗാർഡനും കൂടി ഉള്ള സ്ഥലമാണല്ലോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് കളിക്കാൻ പറ്റി. ഞാൻ ഓൾറെഡി എൻ്റെ
അക്കൗണ്ടിൽ ഈ ഒരു കാഞ്ഞിരപ്പുഴ ഡാം വിസിറ്റ് ചെയ്തതിൻ്റെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഈ ഒരു സീസണിലല്ല വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ദേ പുറകിൽ നിൽക്കുന്ന പൂക്കളൊക്കെ കണ്ടോ, അതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഈവനിങ് ആയിട്ട് പോലും അതൊന്നും കൊഴിയാതെ വാടാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതിലും രസമാണ്. കാരണം ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാകുമ്പോൾ അവർക്ക് കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുക എന്നുള്ളതാണല്ലോ. അപ്പം അവർ ആണെന്നുണ്ടെങ്കിലും ഞാൻ കയറി നീ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു പാർക്കിൽ തന്നെ. കാരണം ഇന്ന് അവൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് അവിടെ ഒരു ചാടിക്കളിക്കുന്ന സാധനം, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, എയറൊക്കെ നിറച്ചിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പം അവൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. നമ്മൾ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ വേറൊരു സീൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു വെള്ളച്ചാട്ടം അവിടെ അവിടെയുള്ള വെള്ളച്ചാട്ടം അവർ ഇപ്പോഴാണ് കേട്ടോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5:30 ടൈം ആയിട്ടുണ്ടാവും, 5:30 5:45 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഇവർ ഇത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്തായാലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവിടുത്തെ ആ ഒരു ലൈറ്റ് ഉണ്ടോ, ആ നീല ലൈറ്റ് പോയി അവിടെ വെള്ള, ചുവപ്പ്, യെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇതുണ്ടോ, പിങ്ക്, റെഡ്, പിന്നെ അങ്ങനെ കാര്യങ്ങളാവുന്നുണ്ട്. ഏകദേശം ഞങ്ങളൊരു 6:30-6:45 വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിലൊന്നും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്തു. കാരണം ഈ ഒരു ലൈറ്റും കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ആയാൽ മാത്രമേ നമുക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങനൊരു ചാൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് നേരെ അത് കഴിഞ്ഞിട്ട് പോയത് നമ്മൾ ഈ ഒരു ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. അത് 80 രൂപയാണ് കേട്ടോ. ഇത്ര ടൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 15 മിനിറ്റ്സോ അങ്ങനെ 10 മിനിറ്റ്സോ അങ്ങനെ ടൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒരു 10 കുട്ടികളിനെയൊക്കെ അടുപ്പിച്ച് കയറ്റുള്ളൂ അവർ. അതിൽ കൂടുതൽ കുട്ടികളിനെ കയറ്റില്ല. കാരണം അവർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ എന്താ പറയുക, അത്രയും കൺജസ്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ടാവും കയറ്റാത്തത് കേട്ടോ. അപ്പം അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു, ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടൈം നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷേ അത്ര ടൈമൊന്നും ആയിട്ടില്ല, മീൻസ് അത്ര ഇരുട്ടൊന്നും പെട്ടെന്ന് തന്നെ ആവാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്, ഇത്ര നേരം കളിച്ചതല്ലേ, ഇത്ര നേരം നടന്നതല്ലേ, അപ്പോൾ കുറച്ചൊക്കെ അവിടെ പോയി ഇരുന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് മീൻസ് ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ നടന്നു പോകുന്ന സമയത്ത് അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ മോള് ബലൂണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നേരമേ കളിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു ടൈം അവൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. 10-25 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് പൊട്ടിപ്പോയി എന്നുള്ളതും സത്യമാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പൊട്ടിപ്പോയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തു. ആരും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ വീഡിയോഗ്രാഫർ, ഞാൻ തന്നെ ആക്ടിങ് ഗ്രാഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അതൊന്നും ഒരു ഇതായിട്ട് എടുക്കുന്നില്ല. എനിക്കങ്ങനെ വീഡിയോ എടുത്തില്ലെങ്കിലും ഫോട്ടോ എടുത്തില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം അവളുടെ ഹാപ്പിനെസ്സാണ് എൻ്റെ ഹാപ്പിനെസ്സും. പിന്നെ ഈ ഒരു ഇതൊക്കെ കാണുന്ന സമയത്ത് അവിടെ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ. ലൈറ്റ് കാണുന്ന ഈ ഒരു എന്താ പറയുക, നമ്മളുടെ വേറെ എവിടേക്കോ പോയ ഒരു ഊട്ടിയിൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഊട്ടി അല്ലെങ്കിൽ വയനാടൊക്കെ പോയിട്ടുള്ളൊരു ഫീൽ തന്നെയായിരുന്നു ആ സമയത്ത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡാമിന് മുകളിൽ കയറി തിരിച്ചിറങ്ങുകയാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ മക്കൾ ലൈറ്റിൻ്റെ എന്താ പറയുക, ആ ഒരു ഗാർഡനും ലൈറ്റ് അറേഞ്ച്മെൻറ്റും അത് എവിടെയാണെന്നുണ്ടെങ്കിലും
നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബട്ടർഫ്ലൈൻ്റെ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വരുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അവിടെ കുറേ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരുടെയും മുഖത്തുള്ള ആ ഒരു സാറ്റിസ്ഫിക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കൊരു പോസിറ്റീവ് ഫീല് കിട്ടിയതും അതുപോലെ തന്നെ ആ ഒരു കുട്ടികളുടെ ഒരു ചിരിയും കളിയും ഒക്കെ നമ്മൾ കുറേ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവിടെ എത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ബലൂണ് പൊട്ടിയല്ലോ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ ദേ ആ ബേബിനെയാണ് കേട്ടോ വാങ്ങിച്ചത്. തൂങ്ങിക്കിടക്കുന്ന ബേബി ഉണ്ടല്ലോ, ആ തൂങ്ങിക്കിടക്കുന്ന ബേബിക്ക് തന്നെ 100 രൂപയാണ്. അപ്പോൾ അറിയാലോ അവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതും വാങ്ങിച്ചിട്ട് അങ്ങനെ നടന്നു കേട്ടോ. അപ്പം പിന്നെ അവൾ അതും കൊണ്ടായിരുന്നു ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളുടെ അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. കുറേ അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും രാത്രി ആയിട്ടില്ല. പല വീഡിയോയിലും ഞാൻ രാത്രി ആക്കിയതാണ്. മീൻസ് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നടക്കുമല്ലോ, ആ ഒരു കാര്യമാണ് നെക്സ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് പോയത് ബട്ടർഫ്ലൈയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോഴും അവൾ കുറേ ലൈറ്റിലും കാര്യങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഗവൺമെൻറ് നടത്തിക്കൊണ്ടുപോകുന്ന ഡാമും ഒക്കെയാണ്, പാർക്കും ഒക്കെ. അപ്പോൾ അധികം ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ എനിക്ക് അത്രയും വേർത്തായിട്ട് ഞങ്ങൾ പോകുന്ന ചാർജ് മാത്രമേ, അല്ലെങ്കിൽ പോകുന്ന വണ്ടി ഓടിക്കുന്നതിൻ്റെ ആ ഒരു പെട്രോൾ എക്സ്പെൻസ് ഡീസൽ എക്സ്പെൻസ് മാത്രമേ നമുക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ കയറിയപ്പോൾ ഉള്ള അധികം ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. ഒരാൾക്ക് കയറണമെങ്കിൽ പിന്നെ അവിടെ കളിക്കാനാണെന്നുണ്ടെങ്കിലും 80 രൂപ എന്നുള്ളത് മാത്രമേ നമുക്ക് ചിലവായുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ചിലവായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഹോഴ്സ് റൈഡാണ്. ഹോഴ്സ് റൈഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അത് കണ്ടത്. പിന്നെ അതിലൊന്നും ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല. നെക്സ്റ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം നെക്സ്റ്റ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ പുറത്ത് പോയാൽ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടൽ മാത്രമാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം അമ്മ നോണും കാര്യങ്ങളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കും പുറത്തിറങ്ങിയാൽ വെജ് കഴിക്കാനാണ് താല്പര്യവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ഹോട്ടൽ, ഞങ്ങൾ കാഞ്ഞിരപ്പുഴ വരുമ്പോൾ പോകാറുള്ള ഹോട്ടലാണ് ഹോട്ടൽ ശ്രീധർ. ആ ഹോട്ടലിൽ തന്നെ കയറാനായിട്ട് അവിടെ നിർത്തി കേട്ടോ. അപ്പോൾ അവിടെ നായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവരുടെ വീട് ഒപ്പം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലായ്മയില്ല. അപ്പം ആ ഹോട്ടലൊരു നല്ല വൈബുള്ള ഹോട്ടലാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴുകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പും അതുപോലെ വലിയവർക്ക് കഴുകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പും ഒക്കെ സ്ഥിരീകരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഹോട്ടലിൽ നിന്നും പറയാനായിട്ട്, റെസ്റ്റോറൻറ്റിൽ നിന്നും പറയാനായിട്ട് പറ്റില്ല. ഒരു നല്ല ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു അത്. അപ്പം അവിടുത്തെ വൈബും ഒക്കെ കൊള്ളാം. അവിടെ മീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി എൻ്റെ മോള് കുറച്ച് കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. നല്ല വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഓർഡർ ചെയ്ത സാധനങ്ങൾക്ക് വെയിറ്റിംഗ് ആണ് കേട്ടോ. വേറെ ഒന്നല്ല ഓർഡർ ചെയ്തത്, മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റുള്ള മസാല ദോശയാണ്. എപ്പോഴത്തേലും കൂടുതൽ നമുക്ക് ഇന്ന് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നതറിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശന്നത് കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു മസാല ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവൾക്ക് കൊടുത്തു, ഞാനും കഴിച്ചു. അതിനുള്ളിലുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഇട്ട് ആ ഒരു എരിവൊന്നും അറിയാതുള്ളൊരു രീതിയിൽ നമുക്ക് ഈ ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട,
വെറുതെ വേണമെങ്കിൽ അത് കഴിക്കാം. അതിൻ്റെ ആ ഉള്ളിലുള്ള മസാല കൂട്ടിയിട്ട് വെറുതെ വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളൊരു ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. ഇതാണ് അതിലത്തെ ഒരു മസാല എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും നല്ല അതിൻ്റെ ഉള്ളിലത്തൊക്കെ സാധനങ്ങളൊക്കെ വെന്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദേ അടുത്തതൊരു കോഫിയാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കോഫി നല്ല കോഫിയാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള എല്ലാ ഐറ്റംസും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 8-8:30 ആയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിട്ടോ. കാരണം അത്രയും നടന്ന് ഒക്കെ ആയില്ലേ. അപ്പം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ 1-ാം തീയതി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാഞ്ഞിരപ്പുഴയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കുക. അപ്പം നല്ലൊരു വർഷം തന്നെ ആവട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മളുടെ ഓരോ കാര്യവും ലൈഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2006 മുതൽ 2006 എന്ന് പറയുന്നില്ല, 2006 മുതൽ എല്ലാവരും നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മളുടെ ഒരു നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വയ്ക്കാതെ നമ്മൾ അപ്പോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ. സീ യു.